മലയാളികൾക്കെന്നും മധുരമുള്ള ഒരു അനുഭവമാണ് ഓണം. മധുരം പലവിധമാണ്. ഒരു ചെറു പുഞ്ചിരിയോടെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്ന മധുരം എന്ന് പറയുന്നത് പൈനാപ്പിൾ ചവ്വരി പായസം. നമ്മൾ സാധാരണ അഭിനയിക്കുമ്പോഴേ പറയും വ്യത്യസ്തത എന്ന് പറയുന്നത്. എൻ്റെ വളരെ വ്യത്യസ്തമായ വേഷമാണെന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങും. പല ചാനലുകളിലും ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴേക്കാണ് പറയും. കാരണം ഒന്നുകിൽ മീശ പഠിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ താടി കുറച്ചിട്ടുണ്ടാകും. അതിന് പ്രത്യേകിച്ച് വ്യത്യസ്തമൊന്നും കാണാറില്ല. പക്ഷേ പൈനാപ്പിൾ ചവ്വരി പായസം ഒരു ഡിഫറൻ്റാണ് എന്ന് ഞാൻ കരുതിക്കൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഒന്നുമില്ല, ആദ്യം കുറച്ച് വെള്ളത്തിൽ ചവ്വരി നന്നായിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കും. ഒരു അരമണിക്കൂർ നേരം കുതിർത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളവും പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ചവ്വരി ഇട്ടുകൊണ്ട് തിളപ്പിക്കുക. ചവ്വരി ഫുള്ള് നമ്മൾ അതിലേക്ക് ഇടാൻ പോവുകയാണ്. ഇത് ഈ ചവ്വരി എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്. ഇത് ശരിക്കും ക്രിസ്റ്റൽ നല്ല ക്ലിയർ ആവുന്നത് വരെ ഇത് തിളപ്പിക്കണം. അതുപോലെ പൈനാപ്പിൾ കുഞ്ഞ പീസുകളായി കട്ട് ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വയ്ക്കണം. ഇത് വേവിച്ചിട്ട് കുറച്ച് സെപ്പറേറ്റ് മാറ്റി വയ്ക്കണം. പിന്നെ വേണ്ടത് മിൽക്ക് മെയ്ഡാണ്, പിന്നെ പഞ്ചസാര. ഇത്രയും സാധനങ്ങളാണ് ഇതിന് പ്രധാനമായിട്ടും വേണ്ടത്. ഏലക്കാപ്പൊടി അവസാനം, സാധാരണ പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി മാത്രമേ ഏലക്കാപ്പൊടി അവസാനം ചേർക്കും. കാഷ്യൂ, ഉണക്കമുന്തിരി അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല ഇതിനകത്ത്. ഇത് മാക്സിമം ഇതെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത്. മധുരം കൂടിപ്പോയാൽ ഈ പറയുന്ന മധുരത്തിൻ്റെ പേരിൽ തന്നെ ഷുഗർ എന്ന് പറയുന്ന അസുഖം വരും. അത് ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ ഓണത്തിനൊക്കെ ആവും, അത്യാവശ്യം ഓണത്തിനൊക്കെ നല്ല മധുരമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. ചവ്വരി ഈ പാലിലും വെള്ളത്തിലും തിളച്ച് വരികയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പാല് ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര, ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം. കാരണം വെച്ചാൽ ഇളക്കാതെ വിട്ടാൽ അപ്പോൾ അടിയിൽ പിടിക്കും. അതുകൊണ്ട് അടി പിടിക്കാതെ നോക്കുക. മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി തിളച്ചതിന് ശേഷം ഇത് നമ്മൾ ഇറക്കി വെച്ച് ചൂടാറിയതിന് ശേഷം ആ പൈനാപ്പിൾ എടുത്ത് ഇതിനകത്തേക്ക് ഇടുക. ചെറിയൊരു തണുപ്പോടുകൂടി വിളമ്പിയാൽ അടിപൊളി പായസമാണ് പൈനാപ്പിൾ ചവ്വരി പായസം. എന്തായാലും ഈ ഓണത്തിന് ഒരു സ്പെഷ്യൽ, നമ്മൾ ആണുങ്ങളുടെ ഒരു സ്പെഷ്യൽ ആവട്ടെ ഈ പൈനാപ്പിൾ ചവ്വരി പായസം.